ഞാനായിട്ട് ബാലേട്ടന് വിവാഹമോചന നോട്ടീസ് അയക്കില്ല. ബാലേട്ടൻ അയച്ചാൽ ബാലനുമായുള്ള സീതയുടെ ബന്ധം വേർപെടുത്തണമെന്ന പൂക്കോടിയുടെ ആവശ്യം സീത സമ്മതിക്കുന്നില്ല. കുട്ടിമണി ബാംഗ്ലൂരിലുണ്ടെന്ന് തമ്പി മനസ്സജിനെ അറിയിക്കുന്നു. കുട്ടിമണിയുടെ മനസ്സിൽ മനസ്സജിനോട് ദേഷ്യമുണ്ടാക്കാൻ രവിയും നീതുവും ശ്രമിക്കുന്നതിനെ തമ്പി എതിർക്കുന്നു. കുഞ്ഞുമണിയെ കൂടെ കൊണ്ടുപോയാൽ കുട്ടിമണിയെ രവിയുടെ കയ്യിൽ നിന്ന് തിരികെ കൊണ്ടുവരാമെന്ന് മനസ്സജൻ. തുടർന്ന് കാണുക. പോലീസിനെ പേടിയുണ്ടെങ്കിൽ രവിയേട്ടൻ ഇങ്ങനെ ചെയ്യായിരുന്നു അപ്പച്ചമ്മ. പഴയ രവിയേട്ടനല്ല ഇപ്പം. മാറിയത് രവി മാത്രമല്ല, സിജനും മാറിയില്ല പിച്ചളെ. മാറി ബാലേട്ടാ, ഞാൻ ഒരുപാട് മാറി. പക്ഷേ എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു ആ മാറ്റം. രവിയേട്ടൻ്റെ മാറ്റം സ്വാർത്ഥതയ്ക്കാ. ഇന്ന് തർപ്പിച്ച് പറയേണ്ട സിജ, ന്യായം അവന്റെ ഭാഗത്തുണ്ടെന്ന് നീ മനസ്സിലാക്കണം. സിജനിങ്ങൊന്ന് നിങ്ങൾ സംസാരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇപ്പൊ ഒന്നും വേണ്ട അപ്പച്ചമ്മേ. ഒരു പുരുഷന് സഹിക്കാൻ പറ്റാത്ത തെറ്റാണ് നീ രവിയോട് ചെയ്തത്. സീതയെ മോഹിച്ച് നകുലിനോരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ ഞാൻ എത്രമാത്രം വേദനിക്കുന്നു നിനക്കറിയോ? ആ സ്ഥിതിക്ക് രവിയുടെ വിഷമം നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. പഴങ്കഥകൾ പറഞ്ഞ് വേദനിപ്പിക്കല്ല ഞാൻ. പക്ഷേ രവിയുടെ ദേഷ്യം തികച്ചും ന്യായമാണെന്നേ പറഞ്ഞോളൂ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് സിജ. എന്നെ നടുക്ക് നിർത്തി നിങ്ങൾ പരസ്പരം പോരടിക്കരുത്. ബാലേട്ടൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് മറ്റാരെക്കാളും ബോധ്യമുള്ളവനാണ് ഞാൻ. എന്നാലും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുക. എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയാൽ എന്നോട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. എന്ത് കടുങ്കൈ? എന്തും. അതെന്താണെന്ന് ഇപ്പൊ എനിക്കൊരു വ്യക്തതയില്ല. അല്ല ബാല, കുട്ടിമണിയെ കാണാതായെന്ന് കേട്ടിട്ടും സീതയ്ക്ക് വിഷമമൊന്നും ഇല്ലായിരുന്നു നീ എന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അതിനർത്ഥം രവി കുട്ടിമണിയെ കൊണ്ടുപോയത് അവളും അറിഞ്ഞിട്ടുണ്ടെന്നല്ലേ? ഓഹോ, അപ്പൊ സീതയുടെ കൂടെ അറിഞ്ഞുകൊണ്ടാണല്ലേ രവിയേട്ടന്റെ ഈ കളി? രവി വിളിച്ച് പറഞ്ഞാണ് സിജ, എനിക്കറിയില്ല. ഇത്രയും കാലം അപ്പച്ചിയമ്മ പറയുന്നത് കേട്ട് പലതും സഹിച്ച് ഞാൻ നിന്നു. ഇനി അത് നടക്കില്ല. രവിയേട്ടൻ എന്നോടുള്ള പക മനസ്സിലാക്കാം. പക്ഷെ സീതയുടെ എന്തിനാ എന്നെ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ഞാൻ നന്മ ചെയ്തിട്ടുള്ളൂ. ഈ സീജനെയാണ് സീതയുടെ ഈ ലോകത്തിൽ ഏറ്റവും വെറുക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കഥ മാറിയ ബാലേട്ട. കാണിച്ചു കൊടുക്കാം എനിക്കെന്താ ചെയ്യാൻ പറ്റുമെന്ന്. ഇച്ചലേ വാ സിജ. അവൻ കുഴപ്പമുണ്ടാക്കും, ഉറപ്പാ മക്കളെ. കുഴപ്പമുണ്ടാക്കട്ടെ അപ്പച്ചമ്മേ, ഞാൻ ഇനി ഒന്നിനുമില്ല. എനിക്ക് ഈ ലോകത്ത് കുട്ടാപ്പ് മാത്രമേ ഉള്ളൂ, അത് മതി. ആഹാ, പിന്നെ ഞാനും അപ്പച്ചിയപ്പനും ഒക്കെ എന്തിനാ ഇവിടെ കിടക്കുന്നത്? ചാവുന്നത് വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. രവിയേക്കാൾ എനിക്ക് കൂടുതൽ വലുത് നീയാ. കുട്ടിമണിയെ ഞാൻ ഇവിടെ വരുത്തും. രവി എന്ത് തന്ത്രം പ്രയോഗിച്ചാലും ആ തീരുമാനത്തിന് മാറ്റം. അയ്യേ, അങ്ങനെയല്ല കുട്ടിമണി കഴിക്കേണ്ടത്. ഇനി നീ പോളിഷ്ഡ് ആയിട്ടൊക്കെ ഭക്ഷണം കഴിക്കണം. ഫോർക്കും സ്പൂണും ഒക്കെ വെച്ച്. അയ്യോ, അതെങ്ങനാ? കൈകൊണ്ടല്ലേ ആഹാരം കഴിക്കുന്നത്? അല്ലെന്നേ, ഞാൻ കാണിച്ചു തരട്ടെ. ദേ പിടിച്ചേ, ഇതും പിടിച്ചേ. ഇങ്ങനെ പിടിച്ചോ. ഇങ്ങനെ പതുക്കെ കോരിയെടുത്ത് ഞാൻ കഴിക്കട്ടെ? കഴിച്ചോ. അങ്ങനെ. ഇനി ഒന്ന് തന്നെ എടുത്ത് കഴിച്ചേ, നോക്കട്ടെ. കഴിക്കാം. കഴിക്കുന്നേ, കാണട്ടെ. കഴിച്ചോ, അങ്ങനെ തന്നെ. എടുത്തു. ഇങ്ങനെ അങ്ങനെ കഴിച്ചോ. അല്ല, നമ്മൾ എന്നാ വയലോരം വീട്ടിൽ പോണേ? പോകാം കുട്ടിമണി. അതിനു മുമ്പ് നീ നല്ല സ്റ്റൈലൻ കുട്ടിമണി ആവണ്ടേ?
നിന്നെ കാണുമ്പോ നിന്റെ വലിയേട്ടനങ്ങ് ഞെട്ടിപ്പോണം. ആ, ഞെട്ടണമെങ്കിൽ നമുക്ക് പടക്കം പൊട്ടിച്ചാ പോലെ. ആ, നീ ഉദ്ദേശിക്കുന്ന പടക്കം അല്ലെങ്കിലും നമ്മളൊരു ബോംബ് പൊട്ടിക്കും കുട്ടിമണി. നീ ഇപ്പൊ കഴിക്ക്. കഴിക്ക്. അങ്ങനെ തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ സിനിമ? എനിക്കൊന്നും മനസ്സിലായില്ല. ദില്ലാലി ദുല്ലാന എന്തോന്നാ, അത് ഇംഗ്ലീഷാന്നോ? ഇംഗ്ലീഷ് ഒന്നുമല്ല, ഹിന്ദി. കഥ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? വേടാണ്ടൊക്കെ, പക്ഷെ മുഴുവനായിട്ടൊന്നും മനസ്സിലായില്ല. പ്രേമത്തിന്റെ ശക്തി നിനക്ക് മനസ്സിലായോ? അതറിഞ്ഞാ മതി. നീതു, ഉം. കുഞ്ഞേട്ടൻ ഇവിടെ ഉണ്ടോ നീതു? ഇല്ല, പുറത്തോട്ട് പോയിരിക്ക. നിങ്ങൾ സംസാരിച്ചിരിക്ക, ഞാൻ അങ്ങോട്ട് മാറി ഇരുന്നിട്ട് വേണ്ട കഴിച്ചോളാം. വേണ്ട വേണ്ട, നീതും എങ്ങും പോണ്ട, ഇവിടെ ഇരുന്നാ മതി. എങ്ങും പോണ്ട. എന്റെ കുട്ടിമണി, നീ ഇത്തിരി സ്മാർട്ടാവ്. രാഹുലൻ ഇവിടെ ഇരുന്ന് എന്താ കുഴപ്പം? കുഞ്ഞേട്ടൻ വന്നാലല്ലേ ഉള്ളൂ കുഴപ്പം. രവിസാറ് വന്നാലും കുട്ടിമണി ഒപ്പമുണ്ടെങ്കിൽ രാഹുലൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കതേ പറയാനുള്ളൂ. കുട്ടിമണി, നീ എൻ്റെ കൂടെ നിൽക്കുവോ? എനിക്കൊന്നും അറിയത്തില്ല. ഒരു തുടക്കമിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൃത്യസമയത്ത് സാറിടപെട്ട് രാഹുലിനെ പുറത്താക്കിയ കുട്ടിമണിയുടെ മനസ്സിൽ പ്രണയം മൊട്ടിട്ട് തുടങ്ങും. അല്ല, കുഞ്ഞേട്ടൻ വന്നായിരുന്നോ? ആ, ഇപ്പോഴാ വന്നത്. അയാൾ അവിടെ ഇരിക്കുമ്പോ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അയാൾ എന്തിനാ ഞാൻ ആഹാരം കഴിക്കുമ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആര്? ആരാ അവിടെ? ആ രാഹുലൻ. രാഹുലനോ? ആ, അവനെ ഇന്ന് ഞാൻ എന്തിനാ നീ ആ പാവ രാഹുലിനെ ഒറ്റിക്കൊടുത്തത്? ഒറ്റിക്കൊടുത്തോ? ഞാനോ? അതെ, ചീറ്റിപ്പോയി കുഞ്ഞേട്ടാ, ഏറ്റില്ല. നിരാശപ്പെടണ്ട. അവളുടെ മുമ്പിൽ ചെന്ന് 2 ഡയലോഗ് അടിച്ചിട്ട് നീ പൊയ്ക്കോ. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് നീ വാ. ചെല്ല്. നിന്റെ കുഞ്ഞേട്ടന് ഇഷ്ടമല്ല ഞാനിവിടെ നിൽക്കുന്നത്. എന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല കുട്ടിമണി. ദേ, നമ്മുടെ പ്രണയത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും കളയും, തീർച്ച. ജീവൻ കളയുന്നു പറഞ്ഞ അവൻ കളയും. അതാ പ്രേമത്തിന്റെ ശക്തി. ഇരിക്കേ. എന്താ സർ വിളിച്ചത്? ഇതിന്ന് കാലത്ത് കുറിയറിൽ ഇവിടെ കിട്ടിയ ഫോണാണ്. മതികലയുടെ പുതിയ ഫോണാണെന്ന് ഒരു DTP ചെയ്ത കുറിപ്പും ഉണ്ടായിരുന്നു. മതികല ശിവപാണ്ഡ്യ പെരുമാളിനെ കൊല്ലാൻ ആർക്കോ ഉത്തരവിടുന്നൊരു സംഭാഷണവും ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മതികല ശിവയെ കൊല്ലാൻ ഉത്തരവിട്ടെന്നോ? അതെ, ശിവ തന്നെയാണ് അവളെ വിളിച്ചത്. വളരെ റെസ്പെക്റ്റോടെയാ അയാൾ വിളിച്ചത്. പക്ഷേ നീ ജീവിച്ചിരിക്കുന്നത് എൻ്റെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാവുമെന്ന് പറഞ്ഞ് അവൾ എൻ്റെ ആളുകൾ നിന്നെ കൊല്ലുമെന്ന് പറയുന്നു. ശിവ വളരെ വയലൻ്റായി മതികലയ്ക്ക് വേണ്ടി അവൻ ചെയ്ത കൊള്ളരുതായ്മകൾ വിളിച്ചു പറയുന്നു. താനെന്ത് കേട്ടു നോക്ക്. ഞാൻ അന്വേഷിച്ചു, വിശദമായ കോൾ ലിസ്റ്റ് എടുത്തു. രാത്രി 8:10 നടത്തിയ ആ കോളാണ് മതികലയുടെ ഫോണിലേക്ക് വന്ന അവസാനത്തെ കോൾ. എന്ന് പറയുമ്പോ അവൾക്ക് ഭ്രാന്ത് പിടിച്ച രാത്രിയാണ് ഈ കോൾ നടത്തിയിരിക്കുന്നത് അല്ലേ? ഇതാണ് ഫോണിലെ കോൾ ഡീറ്റെയിൽസ്. ഡേറ്റും സമയമൊക്കെ താൻ തന്നെ ഒന്ന് നോക്ക്. ഓരോ ടവർ ലൊക്കേഷനും അതിലുണ്ട്. യെസ്, മതികലയ്ക്ക് ഭ്രാന്ത് പിടിച്ച രാത്രി തന്നെ. സംശയങ്ങൾ കൂടുതൽ ശക്തമാവുന്നു. എന്ത് സംശയങ്ങൾ? ഓക്കെ, ഞാൻ പറയാം സർ. ഗിവ് മീ സം ടൈം. ഓക്കെ, യു ക്യാരി ഓൺ. മൊബൈലും കോൾ ലിസ്റ്റും എടുത്തു. ശരി സർ. യു മേ ഗോ നൗ. ഓക്കെ സർ. ഡോക്ടർ, എന്തായി? എന്റെ മോളെ റൂമിലേക്ക് മാറ്റാൻ പറ്റുമോ? മിസ്സസ് ജലജ, നിങ്ങളോട് ഞാൻ ഇനി എന്താ പറയേണ്ടത്? നിങ്ങളെപ്പോലും തിരിച്ചറിയാതെ കൊല്ലാൻ അവൾ ശ്രമിച്ചിട്ടും നിങ്ങളിപ്പോഴും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നാൽ എങ്ങനാ? ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പോ ഇനി എന്റെ മോളുടെ ജീവിതം സെല്ലിനുള്ളിൽ തന്നെ ആവുമോ ഡോക്ടർ? അതാണ് വിധിയെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അംഗീകരിക്കുക, അത്ര തന്നെ. ഞാൻ ശ്രമിക്കാം. കൂടുതൽ ഡോസ് മരുന്നുകളും ഷോക്ക് ട്രീറ്റ്മെൻറ്റും നടത്തി അവളെ നോർമലാക്കാൻ പറ്റുമെന്ന്. പക്ഷേ
അങ്ങനെ ചെയ്താൽ പഴയ ഓജസ്സും തേജസ്സും വറ്റിപ്പോയ ഒരു മകളെയാവും നിങ്ങൾക്ക് ലഭിക്കുക. അത് മതിയോ? വേണ്ട ഡോക്ടർ, എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു മകളെയല്ല. ശൂന്യതയിലേക്ക് തുറച്ചു നോക്കി ശാന്തയായി ഇരിക്കുന്ന മോളേക്കാൾ ആരെ കയ്യിൽ കിട്ടിയാലും കൊല്ലുവെന്ന വാശിയോടെ സെല്ലിന് പിന്നിൽ കിടക്കുന്ന മകളെയാ എനിക്ക് താല്പര്യം. നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് തന്നെയാ മതികലയെ ഈ നിലയിലാക്കിയത്. അവളെ നിങ്ങൾ പ്രസവിച്ചത് തന്നെയാണോ, അതോ സ്വന്തം ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായി നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയ ഗുണ്ടയാണോ അവൾ? ഓ മറന്നു, നിങ്ങളുടെ ചോരയായതുകൊണ്ടാണല്ലോ അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത്. എക്സ്ക്യൂസ് മീ, യെസ്. എനിക്ക് ജലജയോട് ഇത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഡോക്ടറോടും. ഞാൻ റൂമിലുണ്ടാവും മാഡം. ശിവപാണ്ഡി പെരുമാൾ എന്ന കൊടും ക്രിമിനലും നിങ്ങളുടെ മകളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഇല്ല മാഡം, അവർ തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു. ആ മറുപടി കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അതൊരുമാതിരി കംസനും പൂതനയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്ന് പറയുന്നത് പോലെയായിപ്പോയി. കൊച്ചു പിള്ളേര് പോലും വിശ്വസിക്കില്ല. ശിവയെ കൊല്ലാൻ നിങ്ങളുടെ മകൾ അവളുടെ കിങ്കരന്മാർക്ക് ഉത്തരവ് നൽകി. അതിനുള്ള തെളിവുകൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇല്ല, എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ശിവയോട് അവൾക്കൊരു വിരോധവും ഇല്ലായിരുന്നു. എങ്ങനെ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടിയാൽ എങ്ങനെയാ ജലജേ? ആദ്യം നിങ്ങൾ പറഞ്ഞു ഒരു ബന്ധവും ഇല്ലായിരുന്നെന്ന്, ഇപ്പൊ പറയുന്നു വിരോധം ഇല്ലായിരുന്നുവെന്ന്. ഇതിലേതാ ശരി? ഞാൻ പറയാം മാഡം. പറഞ്ഞോളൂ, കേൾക്കാൻ റെഡിയായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ശിവയെ അവൾക്ക് പരിചയമുണ്ടായിരുന്നു. വെറും പരിചയമല്ല, ആത്മബന്ധം തന്നെ. മതികല ചാവാൻ പറഞ്ഞ ശിവ ചാവും, കൊല്ലാൻ പറഞ്ഞ കൊല്ലും, തിന്നാൻ പറഞ്ഞ തിന്നും. അതിനൊക്കെയുള്ള തെളിവുകള് നിങ്ങളുടെ മകളുടെ മെമ്മറി കാർഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. എന്നിട്ടും എന്തിനാ അവൾ ഒരു തവണ ശിവ വിളിച്ചപ്പോ അവനെ വെല്ലുവിളിച്ചത്? കൊല്ലാൻ തന്റെ കിങ്കരന്മാർക്ക് വിട്ടുകൊടുത്തത്? ഇതൊന്നും സത്യമല്ല മാഡം, അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടായി. മതികലയുടെ ഫോണിൽ അവൾ തന്നെ റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണം കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് പിന്നെ ആ ഫോൺ കുറെ കാലം മനസ്സിന്റെ കയ്യിലായിരുന്നല്ലോ. അവൻ ഉണ്ടാക്കിയ തെളിവായിരിക്കും അത്. നിങ്ങളുടെ മകളുടെ പുതിയ ഫോണിൽ നിന്നാ ആ സംഭാഷണം എനിക്ക് കിട്ടിയത്. ഇവിടെ അവൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രാത്രി ഏതാണ്ട് 8:15 ശിവ അവളെ വിളിച്ചത്. ഇനി നീ ജീവിച്ചിരിക്കുന്നത് അപകടമാണെന്നും നിന്നെ എന്റെ ആളുകൾ തീർക്കുമെന്നും അവൾ പറഞ്ഞു, അഹങ്കാരം നിറഞ്ഞ പതിവ് ഭാഷയിൽ. അതിനുശേഷം ശിവയെ ആരും കണ്ടിട്ടില്ല. മതികല ഇവിടെ അഡ്മിറ്റുമായി. എനിക്ക് നിങ്ങളുടെ മകളെ കണ്ടേ തീരു ജലജ. ഡോക്ടർമാരെ പോലും കബളിപ്പിച്ച് അവൾ അഭിനയിക്കുകയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. സെല്ലിൽ കിടക്കുന്ന അവളെ ഞാൻ കാണിച്ചു തരാം മാഡം. ശരി, വരൂ. സുഖമാണോ മതികല? സുഖോ ഡോക്ടറെ? അതെ, ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ആരെങ്കിലും കൊന്നിട്ട് കൊറേ നാളായി. അതെ, ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആ തള്ളയില്ലേ, അവരെ ഒന്നിങ്ങി തരാമോ? ചുമ്മാ കൊല്ലാനാ. നിർത്തടി നിന്റെ അഭ്യാസം. അഭിനയം നിർത്ത. എന്നിട്ട് പറ, ശിവയെ കൊന്നത് നീയല്ലേ? അയ്യോ, അവന് ചത്തോ? നന്നായി. അപ്പൊ അവൻ പണി നടത്തി. ആര്? ഡോക്ടർ ഇങ്ങി വാ, ഞാനേ ചെവി പറഞ്ഞുതരാം. പണി നടത്തിയത് ആരാണെന്നേ. വാ ഡോക്ടറെ. ഇത് ഡോക്ടർ അല്ല മോളെ, സർക്കിളാ. ആണോ? അയ്യോ, അപ്പൊ പിന്നെ സർക്കിളിനോട് തന്നെ പറയാം. വാ സർക്കിളെ. അതെ, ഭയങ്കര രഹസ്യമാ. വാ വരാൻ. ആരെ കൊന്നോന്നാ സർക്കിള് ചോദിച്ചേ? ശിവപാണ്ഡി പെരുമാൾ. ഓ അവൻ. അവനെ സർക്കിള് നിൽക്കുന്നത് പോലെ എന്റെ മുമ്പിൽ ഒന്ന് നിന്നു. ഇത്രയും അടുത്ത്.
ഞാൻ അവന്റെ കണ്ണിൽ തന്നെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ടേ ഇങ്ങനെ ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ എങ്ങനെ അവനെ കൊന്നെന്ന്? ഇപ്പൊ മാഡത്തിന് വിശ്വാസമായില്ലേ എന്റെ മോൾ അഭിനയിക്കല്ലെന്ന്? ആ രാത്രി 8:10 മതികല ശിവയെ വിളിച്ചതെങ്കിൽ വിളിച്ചത് വയലോരം വീട്ടിൽ വെച്ചായിരിക്കും മാഡം. സിം കാർഡും മെമ്മറി കാർഡും കൊടുക്കാന്ന് പറഞ്ഞ് സീത അവളോട് അവിടെ ചെല്ലാൻ പറഞ്ഞത് 7 മണിക്കാ. ഏതാണ്ട് 9 മണി കഴിഞ്ഞപ്പോഴാ അവൾക്ക് ഭ്രാന്ത് പിടിച്ചു പറഞ്ഞ് സീത വീണ്ടും വിളിച്ചത്. സമയവും കോൾ വന്ന സ്ഥലവും ഒക്കെ എനിക്കറിയാം. നിങ്ങളുടെ മൊബൈലും എന്റെ കയ്യിലുണ്ടല്ലോ. മതികലയുടെ സമനില തെറ്റിയ രാത്രി 7 മണിക്ക് വയലോരം വീട്ടിൽ തുടങ്ങിയ ഒരു എപ്പിസോഡ്. മതികല വയലോരം വീട്ടിലേക്ക് വരുന്നതായിരുന്നു അതിന്റെ തുടക്കം. ആ എപ്പിസോഡ് എൻഡിൽ സീത നിങ്ങളെ വിളിച്ചു. ഇവിടുന്ന് സമനില തെറ്റി കല ഇറങ്ങി പോയിട്ടുണ്ട്, അത് പറയാനാ വിളിച്ചത്. സിം കാർഡും മെമ്മറി കാർഡും കിട്ടാതായപ്പോ ആകെ പ്രശ്നമായി. ഞങ്ങളെയൊക്കെ ചീത്ത വിളിച്ച് അവള് പ്രശ്നം ഉണ്ടാക്കി. ഒടുവില് വയലന്റ് ആയിട്ട് ഇവിടെ ഇറങ്ങി. ഇതിനിടയിലാണ് ഒരു ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് മതികല ശിവയ്ക്കെതിരെ തിരിഞ്ഞു എന്നതായിരുന്നു. എന്തായിരിക്കും ആ ട്വിസ്റ്റ്? എനിക്കറിയില്ല മാഡം. കണ്ടുപിടിച്ചോളാം. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടേ. അയ്യോ, അവള് പോയോ? വരാൻ പറ. കൊറേ നാളായി ഒരു സർക്കിളിനെ കൊന്നിട്ട്. എന്തിനാ മോളെ നീ ശിവയെ കൊല്ലാൻ ഏർപ്പാടാക്കിയത്? പറ മോളെ, ശിവൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ഇങ്ങ അടുത്ത് വാ, ഞാനേ നിന്റെ ചെവി പറഞ്ഞുതരാം. ഇങ്ങ് വാ വാ. എനിക്കറിയേണ്ടത് മതികല ഈ അവസ്ഥയിൽ നിന്ന് മാറി വരാൻ സാധ്യതയുണ്ടോന്നാണ്. മാറും. കുറേ കാലത്തെ ചികിത്സ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ പഴയ ഓർമ്മകളൊന്നും അവളിലുണ്ടാവില്ല. ഒരിടത്ത് ശൂന്യതയിലേക്ക് തുറച്ചു നോക്കി വെറുതെ ഇരിക്കുന്ന ഒരു മതികലയാക്കി അവളെ മാറ്റാം. പക്ഷെ അതിന് സമ്മതിക്കാത്തത് മിസ്സസ് ജലജയാ. നിങ്ങൾ അവളുടെ താല്പര്യമൊന്നും കണക്കിലെടുക്കണ്ട. രോഗം ഭേദമായാലും ആ ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള വകുപ്പൊക്കെ അവള് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെനിക്കറിയാം മാഡം. പക്ഷെ മതികലയുടെ ഈ അവസ്ഥയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇടപെടാൻ അവളില്ലെങ്കിൽ ശിക്ഷ ഉറപ്പാ. ശിഷ്ടകാലം ഏതെങ്കിലും സർക്കാർ മെന്റൽ അസൈലത്തിൽ, രോഗം ഭേദമായാൽ ജയിലിലും, അത്ര തന്നെ. എന്താ മനസ്സിലാ? സഹായോ? എന്ത് സഹായം? ശരി, സ്റ്റേഷനിലേക്ക് വാ. ഡോക്ടർ, ഡു വാട്ട് ഐ സെഡ്. രക്തദാഹിയായി പുറം ലോകത്ത് വിലസുന്ന മതികല എന്ന രാക്ഷസിയേക്കാൾ ഈ സമൂഹത്തിന് താല്പര്യം മനോരോഗിയായി അടങ്ങി ഒതുങ്ങി ഒരു മുറിയിൽ കഴിച്ചുകൂട്ടുന്ന മതികലയാണ്. ഡു യു ഗെറ്റ് മീ? മനസ്സിലായി മാഡം. ഞാൻ വേണ്ടത് ചെയ്തോളാം. ഡോക്ടറെ, ആ പെണ്ണുമ്പിള്ള എന്താ പറഞ്ഞേ? അത് ഞാനെന്തിന് നിങ്ങളോട് പറയണം? നിങ്ങൾ നിങ്ങളുടെ പണി നോക്കും.
സിയയുടെ കഴുത്തിന് പിടിച്ചതിന്റെ പേരിലും കേസ് ഉണ്ടാവോ എന്തോ. അമ്മ എങ്ങോട്ടെങ്കിലും പോവാണോ? അതെ, വല്യണ്ണൻ ഇപ്പോൾ വരും. ഞങ്ങൾ രണ്ടുപേരും കൂടി വയലോരം വീട്ടിലേക്ക് പോവാ. എന്തിന്? എനിക്ക് വിവാഹമോചനം ആവശ്യപ്പെടാനാണോ? അല്ല, കുട്ടാപ്പൂനെ എനിക്ക് തരുമോന്ന് ചോദിക്കാൻ. നിനക്കെന്തായാലും അവനെ വേണ്ട, എനിക്ക് വേണോടി. എന്റെ പേരക്കുട്ടി അതാ. അവൻ കരഞ്ഞ് നിലവിളിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഇനി ഇത് സഹിക്കാൻ പറ്റില്ല. എന്തായാലും ഇവളെ നീ തന്നെ വളർത്തുന്നാണല്ലോ നിന്റെ വാശി. അതിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല. ഇവിടെ എന്താന്ന് വെച്ചാ അയക്കും. ആ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടേക്കാ അമ്മ പോവാൻ പോകുന്നത്? വല്യണ്ണന്റെ വീട്ടിലേക്ക്. നിന്റെ കുഞ്ഞിനെ വളർത്തി ജീവിച്ചോളാന്ന് നകുലിന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നിന്നെ പോറ്റിയത് അമ്മാമ്മയാണല്ലോ. കുട്ടാപ്പൂനെ അമ്മാമ്മ വളർത്തട്ടെ. നീ ഇതുവരെ ഇറങ്ങില്ലേ വരജെ? വരുവ വല്യണ്ണ. ഇവളോട് ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുവാ. ആ ശരി, നടക്കട്ടെ. അത് കഴിഞ്ഞ് എനിക്ക് ഇത്തിരി പറയാനുണ്ട്. കണ്ണീര് തോരാതെ പെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തുണ എന്റെ വല്യണ്ണൻ മാത്രമേ ഉള്ളൂ. ബാലനെ കണ്ട് കുട്ടാപ്പൂനെ ചോദിക്കണമെന്ന് വല്യണ്ണൻ തന്നെ എന്നോട് പറഞ്ഞത്. ഇനിയിപ്പോ എന്റെ തുണ നിനക്ക് ആവശ്യമില്ല. ആവശ്യമുള്ളത് കുട്ടാപ്പൂന. അമ്മ ചെന്ന് ചോദിച്ചാൽ ഉടനെ കുട്ടാപ്പൂനെ ബാലേട്ടൻ കയ്യിൽ തരുമെന്ന് തോന്നുന്നുണ്ടോ? തന്നില്ലെങ്കിൽ അവനെ വളർത്തി ഞാൻ മയിലോരം വീട്ടിൽ തന്നെ കഴിയൂടി. മോളെ, ഈ വീടും പറമ്പും നിന്റെ പേരിൽ എഴുത്തരും വനജ. നിനക്കും കുഞ്ചുമണിക്കും ചെലവിനുള്ളത് എന്റെ കണ്ണടയും വരെ ഞാൻ എത്തിച്ചോളാം. ഈ ജന്മം പിള്ളേരെ വളർത്തി വലുതാക്കി അവരുടെ വായിരിക്കുന്നത് കേട്ട് അങ്ങ് തീരട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കഷ്ടമാണ് അമ്മാമ്മ. അറിയാതെ എന്തോ മോശം വാക്കുകൾ നാവിൽ നിന്ന് വീണെന്ന് കരുതി നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തരുത്. നിന്നെ ഒറ്റപ്പെടുത്താൻ ഈ അമ്മായി സമ്മതിക്കില്ല മോളെ. നിനക്കും കുഞ്ഞുമണിക്ക് ഈ അമ്മായി ഉണ്ട്. ശകുന്തള പറഞ്ഞത് നേരാ. വനജയുടെ സ്ഥാനത്ത് ഇനി ഇവളുണ്ടാകും. മനസ്സിൽ അടിയുറച്ചുപോയ വിശ്വാസത്തിന്റെ പേരിൽ കുഞ്ഞുമണിയെ കൈവിടാൻ നിനക്ക് വയ്യ. കുഞ്ഞുമണിയെ വളർത്തിയാൽ കിട്ടുമെന്ന് പറയുന്ന സ്വത്തിന്റെ പേരിൽ എൻ്റെ ഭാര്യയ്ക്കും അവളെ വേണം. ഒരേപോലെ ചിന്തിക്കുന്നവർ ഒരുമിച്ച് ജീവിക്കുന്നതാ അതിൻ്റെ ശരി. ആ വനജേ, നമുക്കിറങ്ങാം. കുഞ്ഞുമണി മോളെ അന്തസ്സായിട്ട് നമുക്ക് വളർത്താം. രവിയെ വിളിച്ചു പറഞ്ഞ ഇഷ്ടം പോലെ കാശിങ്ങി വരില്ലേ? അമ്മേ, പോവരുതമ്മേ. പോകും മോളെ. ഈ പ്രശ്നത്തിന് മറ്റൊരു പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്കറിയില്ല. അമ്മേ, വയലോരം വീട്ടിൽ നിന്ന് കുട്ടിമണിയുടെ കുഞ്ഞിനെ തട്ടിയെടുത്ത് കടന്നു കളയാന്ന് കരുതിയല്ലേടി? ഇവൾ എന്റേതാ, കുട്ടിമണിയുടേതല്ല. ഛീ, നിർത്തടി നിന്റെ വാചക കസർത്ത്. നിന്റെ കുഞ്ഞാണിപ്പോ വയലോരം വീട്ടിലുള്ളതെന്ന് ഈ നാട്ടിലെ കോടതി വരെ ഉത്തരവിട്ടിട്ടും അതനുസരിക്കാതെ നീ കിഡ്നാപ്പ് ചെയ്യും അല്ലേടി? ഇവളെ പിടിച്ച് വണ്ടിയിലിടൂ. കുഞ്ഞിനെങ്ങ തടി. ഇല്ല, എന്നെ അറസ്റ്റ് ചെയ്തോളൂ. എന്നാലും എന്റെ മോളെ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരില്ല. സാറേ, ഇവരെ തമ്മിൽ പിരിക്കരുത്. കുഞ്ഞുമണി തന്നെയാ സ്വന്തം കുഞ്ഞെന്ന് അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കുക ഇവള്. അറിയാം, ശാസ്ത്രീയമായി തെളിവുകൾ കിട്ടിയിട്ടും അത് വിശ്വസിക്കാതെ പിടിവാശി പിടിക്കുന്നത് ഒരു മനോരോഗമാണ്. നിങ്ങളുടെ മകൾക്ക് വേണ്ടത് മെന്റൽ ട്രീറ്റ്മെന്റാ. അത് ഞാൻ കൊടുത്തോളാം. അയ്യോ, എന്റെ കുഞ്ഞിനെ എന്റെ കുഞ്ഞിനെ തരാ. നടക്കോട്ടെ മോളെ, വിട്. ഞാൻ പറഞ്ഞതാ ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന്. വിടാനാ പറഞ്ഞത്. വാ, ഇവിടെ. വാ, ഇങ്ങ്. വാ. വാ. എന്താ എന്താ ഇത്? വയലോരം വീട്ടിൽ നിന്ന് മനസ്സിജന്റെയും കുട്ടിമണിയുടെയും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ദാ ഇതാണ് പ്രതി. ദാ ഇതാണ് തൊണ്ടി മുതൽ.
സീതയ്ക്ക് 14 ദിവസം റിമാൻഡ് ഉറപ്പാ. കുഞ്ഞുമണി കേസ് തീരും വരെ അനാഥാലയത്തിൽ കഴിയും. സമ്മതിക്കില്ല, സമ്മതിക്കില്ല ഞാൻ. നിന്റെ സമ്മതം ആർക്ക് വേണം? എന്റെ മുമ്പിലിപ്പോ ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതി മാത്രമാണ് നീ. മാഡം, സീതയെ അറസ്റ്റ് ചെയ്യരുത്. 2 കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അമ്മയില്ലാതാക്കരുത്. എനിക്കെന്ത് ചെയ്യാൻ കഴിയും? നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ പിടികൂടാൻ വേണ്ടിയാ ഞാൻ ഈ കാക്കിയിട്ടിരിക്കുന്നത്. എനിക്ക് എന്റെ ജോലി ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് വേണ്ടത് കുട്ടിമണിയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ പ്രതിയല്ലേ? ഞാനത് ചെയ്തത്. ഈ തട്ടിക്കൊണ്ടുപോകൽ നടന്നത് ഇന്നോ ഇന്നലെയൊന്നും അല്ല മാഡം. മാസങ്ങൾക്ക് മുൻപാ ഞാൻ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യ സീതയെ ഏൽപ്പിച്ചു. ഇവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, ഇതാ നിന്റെ മകളെന്ന്. ആ വിശ്വാസത്തിന്റെ പുറത്തുള്ള അധികാരം കൊണ്ടാണ് ഇവള് കുഞ്ഞുമണിക്ക് മേൽ അവകാശം ഉന്നയിച്ചത്. അറസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് മാഡം. അല്ല, ഞാൻ തന്നെ എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തത്. കുഞ്ഞുമണി നിങ്ങളുടെ മകളാണെന്ന് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടല്ലേ? എന്റെ വിശ്വാസം അല്ലത്, അതാണ് സത്യം. അപ്പൊ പിന്നെ നിങ്ങളാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതി. നിങ്ങളാണല്ലോ സീതയ്ക്ക് ആ വിശ്വാസം കൊടുത്തത്. കുറ്റം സമ്മതിച്ചല്ലോ ഞാൻ. കീഴടങ്ങുക. അതിനു മുമ്പ് ഒരു നിമിഷം മാഡം. എന്റെ ഹൃദയം പറിച്ചെടുത്ത് ഞാനിവിടെ കടത്തിയിരിക്കുക. സ്വന്തം ചോരയെ തിരിച്ചറിഞ്ഞ് സീത ഇവനെ എടുക്കണം. അല്ലെങ്കിൽ ഈ ഉമ്മറത്ത് കിടക്കട്ടെ അവൻ. വരട്ടെ. എന്റെ കുഞ്ഞ്, എന്റെ മോളെന്താ? സോറി. എന്റെ മോളെ കൊണ്ടുപോകരുത്. കരയുന്നു. തൊട്ടുപോകരുതവനെ. ബാലൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാനും അവന്റെ ഭാഗത്താ. ജീവിതത്തിൽ ആദ്യമായി ഞാൻ അവന്റെ പക്ഷത്ത് നിൽക്കുക. പെറ്റ തള്ളയ്ക്ക് വേണ്ടെങ്കിൽ ആ കൊച്ചിനെ വല്ല പട്ടിയോ പൂച്ചയോ കടിച്ചെടുത്തോണ്ട് പോട്ടെ. എന്റെ ഊഹം തെറ്റിയില്ല. കുട്ടാപ്പുനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് എന്റെ കുഞ്ഞുമണിയും കൊണ്ട് ബാലേട്ടൻ പോയല്ലേ? ബാലനെ പോലീസ് പിടിച്ചു മനസ്സില്ല. എന്തിന്? കുഞ്ഞുമണിയെ തട്ടിക്കൊണ്ട് വന്നതിന് സീതയെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ ബാലൻ സ്വയം കുറ്റമേറ്റു. കുഞ്ഞുമണിയെ പോലീസ് കൊണ്ടുപോയി മോനെ. ചങ്ക് വളരുന്ന വേദനയോടെയാ എന്റെ കുഞ്ഞിനെ ഞാൻ സീതയെടുത്തേക്ക് വിട്ടു എന്നത്. എവിടെ അവള്? എനിക്ക് അവളെ തിരിച്ചു വേണം. എല്ലാവരും കൂടി പറഞ്ഞു വീണ്ടും അവളെ സിജന്റെ കുഞ്ഞാക്കുകയാണല്ലേ? കുഞ്ഞുമണി എന്റെയും കുട്ടുവിന്റെയും മകളാണെന്ന് തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. സീതയെടുത്ത് ഒഴികെ എല്ലാവരും അംഗീകരിച്ച സത്യം അത്. പിന്നെ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് DNA ടെസ്റ്റിന് വേണ്ടി കോടതിയിൽ ഞാനൊരു അപേക്ഷ കൊടുക്കാൻ പോവാ. എന്റെ കുട്ടു ഓർമ്മ വീണ്ടെടുത്ത് തിരിച്ചെത്തുമ്പോൾ കുഞ്ഞുമണി എന്റെ ഒപ്പം ഉണ്ടാവണം. അവള് വരില്ല. സിജന് ഇനി അവളെ കിട്ടില്ല.
കിട്ടും സീതെടുത്തി. ബാംഗ്ലൂരിലെ രവിയേട്ടന്റെ ഫ്ലാറ്റിൽ നിന്നും ഞാൻ അവളെ ആവാഹിച്ചു വരുത്തും. ഞാനൊന്നും അറിയില്ലെന്നാണോ സീതെടുത്തി കരുതിയത്? ഞാനെല്ലാം അറിഞ്ഞു. നന്മയുടെ മാത്രം നാളുകളിലേക്ക് ഇനി അധികം ദൂരമില്ല. ആ നാളുകളിൽ കുട്ടാപ്പൂനെയും കൂട്ടി സീതെടുത്തി വയലോരം വീട്ടിലുണ്ടാവണം. കണ്ടില്ലേ, ഇവള് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവനെ. അവിടെ കിടക്കട്ടെ എന്ന് വെച്ച് നിങ്ങളൊക്കെ നിങ്ങളുടെ പണി നോക്കി പോണം. രക്തത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കെന്താ? പെറ്റമ്മയ്ക്ക് വേണ്ടെങ്കിൽ ആർക്കും വേണ്ട, അത്ര തന്നെ. മനസ്സിജം പറഞ്ഞതാ ശരി. വാശകുന്തളെ, നീ വാ വനിതേ, എൻ്റെ വീട്ടിലേക്ക് പോകാം. ഈ കുഞ്ഞിനെ സ്വീകരിച്ചാൽ മാത്രമേ സീതയ്ക്ക് ഇനി അമ്മയും അമ്മാവനും ഉള്ളൂ. ഞാൻ വരികയില്ല. എന്നാ വാ പോകാം. നിങ്ങൾക്ക് പകരം ബാലേട്ടൻ അറസ്റ്റ് വരിച്ചു. ആ മനുഷ്യന്റെ ഹൃദയമാ ആ കിടക്കുന്നത്. ചവിട്ടി അരിക്കാം, അല്ലെങ്കിൽ എടുത്ത് നെഞ്ചോട് ചേർക്കാം. ഒക്കെ സീതെടുത്തിട്ട് ഇഷ്ടം. എന്തായാലും ഈ മുറ്റത്ത് വെച്ച് ഞാൻ മുമ്പ് സീതെടുത്തിക്കൊരു വാക്ക് തന്നു. കുഞ്ഞുമണിയുടെ മേൽ എനിക്കൊരു അവകാശമില്ലെന്ന്. ആ വാക്ക് ഞാൻ പിൻവലിക്കുക. ഒരച്ഛൻ്റെ ഹൃദയവേദനയുള്ള വരുന്നല്ല ഒരു പുരുഷന്റെ വാക്ക്. എൻ്റെ മകളെ ഞാൻ വീണ്ടെടുക്കും. ഇതാണ് നിന്റെ കുഞ്ഞ്. ഇനി നീ തീരുമാനിക്കും, ഇവനെ വേണോ വേണ്ടയോ എന്ന്. സ്വന്തം വിശ്വാസങ്ങളിൽ മാത്രം മുറുകെ പിടിക്കുന്നത് ഒരു നല്ല ശീലമല്ല. അറിഞ്ഞതിനപ്പുറം അതിൽ സത്യമുണ്ടോയെന്നറിയാനുള്ള ഒരു മനക്കണ്ണ് വേണം. കുഞ്ഞുമണി എന്റെ സഹോദരിയുടെ മോളാണെന്ന് തെളിയും. കുഞ്ഞുമണിയുമായ ഒരു രക്തബന്ധവും നിനക്കില്ലെന്ന് തെളിഞ്ഞ നിനക്ക് ഭ്രാന്തായിപ്പോ. കുഞ്ഞുമണിയുടെ DNA പരിശോധന നടത്തിയാൽ എല്ലാം ശുഭം. ആ, നമ്മള് പിന്നെ മൂഷിക സ്ത്രീ ആയില്ലേ. എന്തായി? ഏറ്റുപാലേട്ടാ, മനഃശാസ്ത്രപരമായൊരു സമീപനം. സീതെടുത്തിയെ വീഴ്ത്താൻ ഇതേ വഴിയുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് വയലോരം വീട്ടിലേക്ക് പോവാം. മോളെ വാങ്ങിച്ചോ. ഔട്ട് ഓഫ് ദി വേയില ഞാൻ പ്രവർത്തിച്ചത്. സാരമില്ല, SP സാറിനോട് ഞാനൊന്ന് കുമ്പസരിച്ചോളാം. നന്ദിയുണ്ട് മാഡം, ഒരുപാട് നന്ദിയുണ്ട്. ആ, ഈ സന്തോഷമൊക്കെ എത്ര നാളാ? വാസിജ, ഇനി നമുക്ക് ഇതുപോലെ കുട്ടുമണിയെ എത്തിക്കണം. വരട്ടെ മാഡം. എന്നാ ശരി മാഡം.
ഇതാ. മക്കളെ സീത വന്നില്ലേടാ? ഇല്ല അപ്പച്ചിയമ്മേ, അങ്ങനെ പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാനും സുജനും ചേർന്ന് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. പെട്ടെന്ന് വന്നില്ലെങ്കിലും സീതയെടുത്ത് വരും ഒപ്പച്ചമ്മേ. അതിനു മുമ്പ് കുട്ടാപ്പൂവിനോട് സീതയെടുത്തേക്ക് ഇത്തിരി അടുപ്പം തോന്നിയ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കും. രണ്ട് കുട്ടികളെയും സ്വന്തമായി കരുതാനുള്ള മാനസികാവസ്ഥയിലേക്ക് സീതയെടുത്ത് എത്തും. പക്ഷേ സീതയുടെ വിചാരം ഞാനും ഇവളും പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നല്ലേ? മുംതാസ് മാഡത്തല്ലേ അവള് വിളിക്കൂ? മുംതാസ് മാഡം അത് തന്നെ ആവർത്തിക്കും. ബാലേട്ടൻ റിമാൻഡിലാണെന്നും കുഞ്ഞ് അനാഥാലയത്തിലാണെന്നും പറയും. ഇവളെ കാണാൻ വേണ്ടി സീതയെടുത്ത് വാശി പിടിക്കുമ്പോൾ ആ വാശി പരിധി വിടുമ്പോൾ കുഞ്ഞിനെ വയലോരം വീട്ടിലേക്ക് അയക്കാമെന്ന് മാഡം പറയും. ഇതാണ് പദ്ധതി. എത്ര വാശിയും വൈരാഗ്യവും ഉണ്ടെങ്കിലും കുഞ്ഞുമണി ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ സീത പറന്നെത്തും മക്കളെ. അതോടെ പ്രശ്നങ്ങൾ തീരും. നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പച്ചമ്മേ. എൻ്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ എൻ്റെ കുട്ടി ഇവിടെ എത്തണം. ഞാനും അവളും നമ്മുടെ കുഞ്ഞുമണിയും കൂടി ഒരുമിച്ച് ജീവിക്കണം. അത് നിന്റെ മാത്രം ആഗ്രഹമല്ല സിജ, ഞങ്ങളും ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു സ്വസ്ഥ ജീവിതം തന്നെയാണ്. അതിനുള്ള ആദ്യത്തെ ചവിട്ടുപിടിയാ സീതയുടെ മടങ്ങിവരവ്. ഇവള് നിന്റെ മകളാണെന്ന് തെളിയിക്കാൻ DNA ടെസ്റ്റ് നടത്തണം. സീത അതിന് തയ്യാറാവട്ടെ. അപ്പം മനസ്സിലാവുമല്ലോ ആരുടെ വിശ്വാസം ശരിയെന്ന്. ഈ പറഞ്ഞതുപോലെ സീത തിരിച്ചു വന്ന അകത്ത് കയറുന്നതിന് മുമ്പ് അവളെ കൊണ്ട് ആ പരിശോധനയ്ക്ക് ഞാൻ സമ്മതിപ്പിക്കാം മക്കളെ. ഇവളെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് ഓടി വരുന്ന സീത നമ്മൾ പറയുന്ന ഒത്തുതീർപ്പിന് തയ്യാറാകും, ഉറപ്പാ. അപ്പച്ചമ്മ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കാം. അകത്തേക്ക് വാ മക്കളെ, അപ്പച്ചി അമ്മ ചായ ഇടാം. എന്താ വെച്ചളേ? ബായി ബാലേട്ടാ, മഹേഷ് ബായി വിളിച്ചു പറഞ്ഞ നേരാ. രാഹുല സ്ഥലത്തില്ല, വീണ്ടും മുങ്ങി. ഞാൻ എത്ര ചോദിച്ചിട്ടും അവന്റെ വീട്ടുകാരെ ഒന്നും പറയില്ല. അവർക്കറിയാം അവൻ എവിടെ പോയെന്ന്. സംശയിക്കേണ്ട വെച്ചളേ, രവിയേട്ടൻ അവനെ ബാംഗ്ലൂർക്ക് വിളിപ്പിച്ചു കാണും. എന്റെ കുട്ടുവിനെ അവനുമായിട്ട് അടുപ്പത്തിലാക്കാൻ. രവി അങ്ങനെയൊന്നും ചെയ്യില്ല സിജ. രവിയേട്ടൻ രാഹുലിനെ കുട്ടുവിന്റെ ഭർത്താവാക്കാൻ ശ്രമിച്ചതൊക്കെ ബാലേട്ടൻ അറിയാവുന്ന കാര്യമല്ലേ? അവ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ലല്ലോ. നടന്നോ? അപ്പൊ പിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് കുട്ടിമണി വീണ്ടെടുക്കാം. ശരി, ഐ വിൽ കോൾ യു ബാക്ക്. മേ ഐ കമ്മിങ് സർ? യെസ്, കം ഇൻ. ഒരു കേസൊന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ഞാനൊരാൾക്ക് അല്പം വഴിവിട്ടൊരു സഹായം ചെയ്തു കൊടുത്തു. വിരോധമില്ലല്ലോ സർ? എന്ത് സഹായമെന്നും ആർക്കാ ചെയ്തതെന്നും അറിയാതെ ഞാനെങ്ങനെ ഈ ചോദ്യത്തിന് മറുപടി പറയുക? സഹായം ചെയ്തു കൊടുത്തത് മനസ്സിജനാ. കേരള പോലീസിനെ ഉപയോഗിച്ച് മനസ്സിജിന് വേണ്ടി ഒരു ഡ്രാമ നടത്തി. ഒരു ഇമോഷണൽ ഡ്രാമ. ശരി, ഡ്രാമ എന്തോ ആയിക്കോട്ടെ. അതുകൊണ്ട് ഏത് കേസാ താൻ കൊഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ശിവ മിസ്സിംഗ് കേസ്. മതികലയുടെ ഫോണിൽ നിന്ന് ലഭിച്ച അവളുടെ അവസാനത്തെ സംഭാഷണത്തിൽ എന്തോ കള്ളക്കളിയുണ്ട്. ഇറ്റ്സ് മാനിപ്പുലേറ്റഡ്. മതികലയുടെ ഫോണും ശിവയുടെ ഫോണും വയലോരം വീടിന്റെ ടവർ ലൊക്കേഷനിലായിരുന്നു സർ. രാത്രി 7 മണിക്ക് അവളുടെ പഴയ സിം കാർഡും മെമ്മറി കാർഡും തേടി മതികല അവിടെ എത്തി. 7 മണി കഴിഞ്ഞ് 9 മിനിറ്റായപ്പോ ശിവ മതികലയുടെ പഴയ നമ്പറിലേക്ക് വിളിച്ചു. ആ കോൾ എടുത്ത് 5 സെക്കൻഡിനുള്ളിൽ കട്ടായി. 8:10 ശിവ മതികലയുടെ പുതിയ നമ്പറിലേക്ക് വിളിച്ചു. മതികലയുടെ പഴയ നമ്പർ ആ സമയത്ത് മനസ്സിജന്റെ കയ്യിലായിരുന്നു. അതായത് ശിവയോട് 5 സെക്കൻഡ് സംസാരിച്ചത് അയാളായിരുന്നു. തുടർന്നാണ് മതികലയുടെ പുതിയ നമ്പറിലേക്ക് കോൾ പോയത്. മനസ്സിജനായിരിക്കും ശിവയ്ക്ക് മതികലയുടെ ഫോൺ നമ്പർ കൊടുത്തത്. അതിന് സാധ്യതയില്ല സർ. ഞാൻ പറഞ്ഞില്ലേ, 5 സെക്കൻഡ് മാത്രമേ ആ കോളിന് ദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ. അത്ര സമയം കൊണ്ട് ഏതായാലും ഒരു ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കാനാവില്ല. ആ രാത്രി മനസ്സിജൻ വയലോരം വീട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തോ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞിരുന്നു. ശിവയെക്കുറിച്ച് നേരത്തെ മനസ്സിജൻ എന്നോട് പറഞ്ഞതിലും ഒരു ദുരൂഹതയുണ്ടായിരുന്നു. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ എങ്കിൽ പിന്നെ മനസ്സിജനെ ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു. ചോദ്യം ചെയ്താ അയാളൊന്നും പറയില്ല സർ. ആ സമയത്ത് അയാൾ വയലോരം വീട്ടിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു തെളിവുമില്ല.
അതുകൊണ്ടാണ് ഞാനിന്ന് അയാൾ പറഞ്ഞതനുസരിച്ച് ഒരു ഡ്രാമയ്ക്ക് കൂട്ടുനിന്നത്. മിസ്റ്റർ ബാലചന്ദ്രന്റെ ഭാര്യ സീതയ്ക്ക് ഒരു കൊട്ട്. ആ കൊട്ട് കൊടുത്തത് മനസ്സിജനാണെന്ന് അവർക്കിപ്പോൾ അറിയില്ല. അറിയുമ്പോൾ അവർ മനസ്സിജനെതിരെ തിരിയും. ഏത് നിമിഷവും ഞാൻ സീതയുടെ കോൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർ. സീതയ്ക്ക് എന്താവും പറയാനുള്ളത്? വയലോരം വീട്ടിൽ എന്താ നടന്നതെന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം സർ. ശിവയ്ക്ക് എന്താ സംഭവിച്ചതെന്ന്. മനസ്സിജൻ അതിൽ പങ്കുണ്ടെങ്കിൽ സീത വിളിച്ചിരിക്കും, എനിക്ക് ഉറപ്പാത്. കുട്ടിമണി, പേടിക്കണ്ട, ഞാനാ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? വയ്ക്കോ. കുഞ്ഞേട്ടൻ കാണുന്നുള്ള പേടിയാണോ? ഇല്ല കുട്ടിമണി, ഞാനിങ്ങോട്ട് വന്നതേ ആരെയും കണ്ടിട്ടില്ല. കുഞ്ഞേട്ടന് ഇഷ്ടമല്ലല്ലോ, പിന്നെന്തിനാ വന്നത്? നിന്റെ കുഞ്ഞേട്ടനോടെ പോവാൻ പറ. കുട്ടിമണി, അത്തരം ചില എതിർപ്പുകൾ ഇല്ലെങ്കിലേ പിന്നെ പ്രണയത്തിന് എന്താ ഒരു ശക്തി? പണയോ? നമ്മൾ തമ്മിൽ പണയോ ഉണ്ടോ? അയ്യോ, പണയമല്ല, പ്രണയം. പ്രണയം. ആ, അത് തന്നെ. അത് വന്നു കഴിയുമ്പോഴേ നമുക്ക് പിന്നെ നല്ല ധൈര്യം വരും. അപ്പൊ പിന്നെ കുഞ്ഞേട്ടനെ പേടിക്കേണ്ട കാര്യമില്ല. ഡേ, നീ അടുത്ത് പോവാ കുട്ടിപണി. നീ കോളാക്കും, അവിടെ തന്നെ നിന്നാ മതി. എങ്കിൽ പിന്നെ അവിടെ തന്നെ അങ്ങ് ഇരുന്നാലും മതി. എല്ലാം എന്തിനാ വന്നേ അത് പറ. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാൻ. നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന ഓരോ നിമിഷത്തെക്കുറിച്ച് പറഞ്ഞ് നിന്റെ ഓർമ്മകളിലുള്ള എന്നെ വീണ്ടും സൃഷ്ടിച്ചെടുക്കാൻ. നിനക്ക് വേണ്ടി എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാ കുട്ടിമണി. നിന്റെ കുഞ്ഞേട്ടൻ എന്നെ കൊന്നോട്ടെ, എന്നാലും ഞാൻ നിന്നെ വിട്ട് പോവില്ല. അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ? പിന്നല്ലാതെ. പക്ഷേ എനിക്കൊന്നും അറിയത്തില്ല, ഇഷ്ടമാണെന്നോ അല്ലെന്നോ ഒന്നും. എന്തായാലും എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ? ഇല്ല. ആ, അതാ പ്രണയത്തിന്റെ തുടക്കം. ഞാനേ പോയിട്ട് വരാം. ശരി കുഞ്ഞേട്ടാ. എന്താ കുഞ്ഞേട്ടനോ? അല്ല അല്ല, ഈ കുഞ്ഞേട്ടൻ വന്നാലും എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുമായിരുന്നു. ഞാൻ പേടിച്ചു പോയി. കുഞ്ഞേട്ടൻ വന്നെന്നാ ഞാൻ വിചാരിച്ചത്. ഏയ്, നിന്റെ സ്നേഹം ഉണ്ടെങ്കിലേ കുഞ്ഞേട്ടനൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. സ്നേഹം ഉണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല രാഹുല. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. നിന്റെ ആലോചന കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും കുട്ടിമണി. വേണ്ട, ആലോചിച്ച് കഴിയുമ്പോ ഞാൻ നീതുവിനോട് പറഞ്ഞോളാം. ഇപ്പൊ പൊയ്ക്കോ. എടാ, നീ പിന്നെയും വന്നോ? നിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. പൊയ്ക്കോ, പൊയ്ക്കോ, കുഞ്ഞേട്ടൻ വരും. പോ. വരട്ടെ, എന്നാലും നിന്റെ ആലോചന കഴിഞ്ഞ് എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോവത്തില്ല. വേണ്ട, പോ. അയ്യോ അയ്യോ, വേണ്ട. നിനക്ക് അത്രയ്ക്ക് ധൈര്യം? എന്നൊന്നും ചെയ്യില്ല കുഞ്ഞേട്ടാ. ശരിയാക്കൂടാ കുഞ്ഞേട്ടാ. അയ്യോ, തല്ലല്ലേ, കൊല്ലല്ലേ. ഇനി നിന്നെ ഞാൻ ചവിട്ടി കൂട്ടും. എന്നൊന്നും ചെയ്യില്ലേ. എടാ, നിന്നോട് എത്ര തവണ പറഞ്ഞു ഞാൻ? എന്നൊന്നും ചെയ്യില്ലേ കുഞ്ഞേട്ടാ. കുട്ടിമണി, രവി സാർ എന്തിനാ പാവ രാഹുലിനെ തല്ലുന്നേ? എന്നെ കാണാൻ വന്നേനാ നീതു. തല്ലല്ലേന്നൊന്ന് പറ കുഞ്ഞേട്ടനോട്. അയ്യോ, കേട്ടോ? നീ തന്നെ ചെന്ന് പറ. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. എനിക്കൊന്നും കാണാൻ വയ്യ. അയ്യോ, നീതു ഒന്ന് ചെന്ന് പറ, വേഗം ചെന്ന് പറ. നീതു വേണ്ടെന്ന് പറ. അയ്യോ, മതി, നാടകം നിർത്തിക്കോ. എന്തുപറ്റി? ഏറ്റില്ലേ? ഏറ്റു, പക്ഷെ അവൾക്ക് ഉപദ്രവിക്കുന്ന കാണാൻ പേടിയാന്ന്. ഇത് വലിയ കഷ്ടമായിട്ട്. സാരമില്ല, സെന്റിമെന്റ്സ് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത ഈ പ്രണയം ഓക്കെ ആക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെയും കഴിവ് പോലെ ഇരിക്കും ഇനിയല്ല. ഞാൻ ശ്രമിക്കാം കുഞ്ഞേട്ടാ. ഞാൻ എന്തായാലും കുട്ടിമണിയെ കണ്ട് രാഹുലൻ നേരിട്ട ഭീകരാക്രമണത്തെ കുറിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കാം. ശരി.
Yeah.